അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നത് നമ്മൾ ഗൊണ്ടല റൈഡിന് പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേണ്ട വെനീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഇടവഴിയിൽ കൂടി നടക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹൻ്റെ ഓരോ വികൃതികളൊക്കെ. എനിക്ക് എന്നെ വീഡിയോ എടുക്കുന്ന വലിയ ഇഷ്ടമൊന്നും ഇല്ല. അങ്ങനെ നടക്കും. ഞങ്ങൾ മാത്രമല്ല, ഇഷ്ടംപടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് കേട്ടോ. ദ്രോഹം പിടിക്കുന്ന വീഡിയോ, അതുകൊണ്ട് റീക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഈ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചാണ് നടക്കുന്നത്. നമുക്കറിയില്ല എങ്ങനെ നടക്കണമെന്ന്. ഇതിങ്ങനെ നടക്കണ വഴിക്ക് ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. പുള്ളിക്കാരി ഐസ്ക്രീം തരുന്നുണ്ടോ. ഞങ്ങളും ഐസ്ക്രീമൊക്കെ തിന്നായിരുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്. ഭയങ്കര ചൂടായിരുന്നു, 32 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം അത്യാവശ്യമായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ ഒരു ചെറിയ, ഇതൊരു സ്ക്വയർ പോലത്തെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഇവിടെ ഒരു പഴയ ഒരു ചർച്ച ആണിത്. പ്രാവിനൊന്നും ഒരു പേടിയില്ല, പറന്ന് നടക്കുന്ന കണ്ടില്ലേ. എന്താ പറന്ന് നടക്കുന്ന ഒരു പേടിയില്ലെന്ന്. ഇതൊരു അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് റിലാറ്റോ. ബിൽറ്റ് ഇൻ 16th സെഞ്ച്വറിയിലാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രിഡ്ജാണ് കനാലിന് കുറുകെയുള്ളത്. എന്തോ സിംഗിൾ സ്റ്റോൺ ആർച്ചോ അങ്ങനെ ഏതാണ്ടാന്നൊക്കെയാണ് ഞാൻ പണ്ട് വായിച്ചത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇത് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസാട്ടോ. പിന്നെ ഇങ്ങനെ നടക്കണ വഴിക്ക് ഈ മാസ്കൊക്കെ, അവിടുത്തെ ഒരു ഭയങ്കര ഇത് ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഇങ്ങനത്തെ ഫേസ് മാസ്ക്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അതിൻ്റെ 2-3 പിക്ചറൊക്കെ എടുത്തു. ഈ കത്തീഡ്രലിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ വൺ ഓഫ് ദ ഫേമസ് എന്നാ പറയുന്നത് ലാൻഡ്മാർക്കാണ് വെനീസിലെ സെൻറ്റ് മാർക്ക് ബസിലിക്ക കത്തീഡ്രൽ. അതിങ്ങനെ മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല രസമാണ് അത് കാണാൻ, ഭയങ്കര ഭംഗിയാണ് അത്. പക്ഷെ ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. ഒന്നാമത് ടിക്കറ്റിന് ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ ഗൊണ്ടല റൈഡ് കഴിഞ്ഞിട്ട് കറക്റ്റ് സമയത്തിനുള്ളിൽ ടിക്കറ്റ് എൻ്റെ സമയത്തിനുള്ളിൽ ചെല്ലുമെന്നൊരു നമുക്കൊരു ഡൗട്ടായിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല അകത്ത് കയറാനായിട്ട്. ഒന്നാമത് നമുക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ നടന്ന് വേണ്ട ചെല്ലാൻ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നടന്നെത്താൻ തന്നെ മോർ ദാൻ ഹാഫ് ആൻ അവർ എടുത്തു. ഈ ചൂട് കാരണം പിള്ളേരും ഞങ്ങളുമൊക്കെ അങ്ങ് പെട്ടെന്ന് ടയേർഡും ആവുമായിരുന്നു. ഇത് ശരിക്കൊരു ഇങ്ങനെ സ്ക്വയറാണ്. അതായത് ഇതിൻ്റെ ഓരോ സൈഡിലും, ഇപ്പോൾ ഒരു സൈഡ് ചർച്ചാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ തന്നെ പറയണേ, ഇത് കാണാം നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, വലിയൊരു ടവർ പോലെ. ശരിക്കും ഈ ഏരിയ അറിയപ്പെടുന്നത് സെൻറ്റ് മാർക്ക് സ്ക്വയർ എന്നാട്ടോ. ഒരു സൈഡിലൊരു ഒരു ക്ലോക്ക് ടവറുണ്ട്. ഇത് തന്നെ, ഇത് ക്ലോക്ക് ടവർ. ഇത് ബിൽറ്റ് ചെയ്തെങ്ങാണ്ട് 1499 പറയപ്പെടുന്നത്. ഇയറൊക്കെ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എഴുതി വെച്ചായിരുന്നു അത്. അതുകൊണ്ടാണ്. പിന്നെ ഇത് ഡോഗ്സ് പാലസോ അങ്ങനെ ഏതാണ്ട് അറിയപ്പെടുന്നത്, ഡോഗീസ് പാലസോ അങ്ങനെ ഏതാണ്ട്. അതും വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്കാണ് വെനീസിലെ. ബിൽറ്റ് ചെയ്തേക്കുന്നതും ഒത്തിരി നാൾ മുമ്പ്, 1340 അങ്ങനെയും കണ്ടത്. ഒരു മ്യൂസിയമാണ്. ഇതിങ്ങനെ ചുമ്മാ അവിടുത്തെ 1-2 ഫോട്ടോസും ഒക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു വെനീസ് ട്രിപ്പിൻ്റെ കഥകൾ. ഇതാ പാലസാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അതൊരു മ്യൂസിയമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ട്രെയിനിൽ കയറി പതുക്കെ പോകുന്നതാണ് ഈ കാണുന്നത്. റിയ ആണെങ്കിൽ ടയേർഡായി. റിയ അല്ല, റോഹനും ടയേർഡായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ തുടരും.